നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയിലാക്കി കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ നിന്നെല്ലാം വേഗം കരകയറാൻ UAE എന്നത് പല റിപ്പോർട്ടുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. അതിവേഗം തന്നെ ഏവർക്കും വാക്സിൻ നൽകി സുരക്ഷ ഏർപ്പെടുത്തി, സാമൂഹിക അകലം എന്നിവ കൃത്യമായി തന്നെ പാലിക്കുകയും കൃത്യമായി തന്നെ ഏവരെയും സംരക്ഷിക്കാനും UAE. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ആദ്യം തന്നെ UAE അകലം മാറ്റി മാസ്ക് മാറ്റി രംഗത്തെത്തിയത്. മറ്റൊന്നുമല്ല, ദുബായ് എക്സ്പോ തന്നെ ഇതിനും വലിയൊരു ഉദാഹരണമാണ്. 6 മാസത്തെ ആറാട്ട് കഴിഞ്ഞപ്പോൾ ഉത്സവങ്ങൾ പാതി അവസാനിക്കുകയാണ് ഉണ്ടായത്. എന്നിരുന്നാൽ തന്നെയും ഇതൊരു വലിയ വിജയമായി തീരുകയായിരുന്നു. കോവിഡിൽ നിന്ന് കരകയറാൻ എക്സ്പോ 2020 സഹായിച്ചതായി UAE തന്നെ വ്യക്തമാക്കുകയാണ്. വിദേശ വ്യാപാര സഹമന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി പറഞ്ഞു. പ്രകാരമാണ് വ്യക്തമാക്കിയത്. എക്സ്പോ നടന്ന 6 മാസക്കാലം UAE സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഭാവി അജണ്ടകൾ ഉയർത്താനുള്ള അവസരവും ഉണ്ടായിട്ടുണ്ട്. ദുബായ് എക്സ്പോ നഗരി അതുപോലെ നിലനിർത്താനും ഭാവി നഗരമാക്കി മാറ്റാനുമുള്ള പദ്ധതികളുമായി UAE മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. എക്സ്പോയുടെ വിജയത്തോടെ UAEയുടെ വിദേശ വ്യാപാര മേഖലയ്ക്കുണ്ടായ നേട്ടങ്ങൾ വിലമതിക്കാനാവാത്തതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഇത് സന്തോഷം പകരുന്ന വാർത്തയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര ലക്ഷ്യസ്ഥാനങ്ങളിലൊന്ന് എന്ന നിലയിൽ ദുബായിൽ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടുതൽ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്തു. നയതന്ത്ര വ്യാപാര മേഖലകളിലടക്കം പുതിയ കൂട്ടായ്മകൾക്ക് വഴിയൊരുക്കിയതായും അൽ സയൂദി വിശദീകരിക്കുകയുണ്ടായി. UAE സാധ്യതകൾ ബോധ്യപ്പെട്ടതോടെ ആഫ്രിക്കയിലെയും പസഫിക് ദ്വീപ് സമൂഹങ്ങളിലെയും രാജ്യങ്ങൾ വൻകിട സംരംഭങ്ങൾക്ക് തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം. ഇതുകൂടാതെ UAE എംബസിയോ കോൺസുലേറ്റോ ഇല്ലാതിരുന്ന 60 രാജ്യങ്ങൾ കാര്യാലയങ്ങൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതായും സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. അതേസമയം എക്സ്പോ 2020 വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചവരാണ് വിവിധ വിഭാഗങ്ങളിലായി 6 മാസക്കാലം സേവനമനുഷ്ഠിച്ച ജീവനക്കാർ. അവരിൽ 3-1 സ്വദേശികളായതിന്റെ അഭിമാനത്തിലാണ് ഇപ്പോൾ UAE. ഇവരിൽ ഭൂരിഭാഗവും വനിതകളാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട് എന്നോർക്കണം. ഇവരിൽ 35% മാനേജ്മെന്റ് വിഭാഗങ്ങളിലായിരുന്നു സേവനം അനുഷ്ഠിച്ചത്. പവലിയൻസ് എക്സിബിഷൻസ് വകുപ്പിൽ 56, ഡയറക്ടർ ജനറൽ ഓഫീസിൽ 35, കമ്മ്യൂണിക്കേഷൻ മാർക്കറ്റിംഗ് സെയിൽസ് വിഭാഗങ്ങളിൽ 32 പേരും സേവനമനുഷ്ഠിക്കുകയുണ്ടായി. UAEയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ കൂടി അടിസ്ഥാനത്തിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യമാണ് നൽകിയത്. തൊഴിൽ മേഖലയിൽ 65% സ്ത്രീകളായിരുന്നു. ഇതുതന്നെ UAEയുടെ കരുത്ത് തെളിയിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.